ന്യൂസ് 16 കേരള. മാലിദ്വീപ് പ്രസിഡന്റിനെതിരെ കൂടോത്രം. വനിതാ മന്ത്രിയും സഹോദരനും അറസ്റ്റിൽ. മന്ത്രിസഭയിൽ നിന്ന് പുറത്ത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെതിരെ മന്ത്രി കൂടോത്രം പ്രയോഗിച്ചതായി റിപ്പോർട്ട്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഊർജ്ജ മന്ത്രി ഫാത്തിമ ഷംനാസ് അലി സലീം ആണ് സംഭവത്തിൽ കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. മന്ത്രിയുടെ സഹോദരൻ ഉൾപ്പെടെ മറ്റ് 2 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രസിഡന്റിനോട് കൂടുതൽ അടുപ്പത്തിലാകാൻ വേണ്ടിയാണ് ഫാത്തിമ ഷംനാസ് ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തിയതെന്നാണ് വിവരം. രഹസ്യവിവരത്തെ തുടർന്ന് ജൂൺ 23-ന് ഇവരുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിരുന്നുവെന്ന് മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. ഇളയ സഹോദരൻ, മന്ത്രവാദക്കാരൻ എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ മാലദ്വീപ് സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടില്ല. എന്നാൽ ഫാത്തിമ ഷംനാസും മറ്റു 2 പേരും ഉൾപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മാലി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഹമ്മദ് ഷിഫാൻ അറിയിച്ചത്. നേരത്തെ മുഹമ്മദ് മുയ്സു മാലെ നഗരസഭാ മേയറായിരുന്നപ്പോൾ സിറ്റി കൗൺസിൽ അംഗമായിരുന്നു ഫാത്തിമ ഷംനാസ്. കഴിഞ്ഞ വർഷം മുയ്സു മാലദ്വീപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫാത്തിമയെ സഹമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. മാലദ്വീപ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ മുലിയാഗയുടെ ചുമതലയായിരുന്നു ഇവർക്ക് നൽകിയത്. പിന്നീട് പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് മാറ്റുകയായിരുന്നു. മാലദ്വീപിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപായമണി മുഴങ്ങുന്ന ഘട്ടത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ നേതാവായിരുന്നു ഫാത്തിമ ഷംനാസ്. ദ്വീപ് രാജ്യത്ത് സമുദ്രനിരപ്പ് ഉയർന്ന് തീരപ്രദേശങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ നീക്കങ്ങളുണ്ടായില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രാജ്യത്തെ കടലെടുക്കുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങളും മന്ത്രിയുടെ സ്ഥാനം തെറിക്കുന്നതും. സംഭവത്തിൽ ഫാത്തിമ ഷംനാസിന്റെ മുൻ ഭർത്താവും മാലദ്വീപ് മന്ത്രിയുമായ ആദം റമീസും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുയ്സുവിന്റെ അടുത്തയാളായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഏതാനും മാസങ്ങളായി ആദം പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദമ്പതികൾക്ക് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 3 മക്കളുണ്ട്. കൂടോത്രവും മന്ത്രവാദങ്ങളും മാലദ്വീപ് ശിക്ഷാ നിയമപ്രകാരം കുറ്റകൃത്യമല്ല. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം 6 മാസം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മാലദ്വീപിൽ ഇത്തരം ആഭിചാര പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ പതിവുള്ളതാണ്. ഇതുവഴി ജീവിതത്തിൽ ഉദ്ദേശിച്ച നേട്ടങ്ങളുണ്ടാക്കാനാകുമെന്നും ശത്രുക്കളെ നിഗ്രഹിക്കാനാകുമെന്നുമെല്ലാമാണ് മന്ത്രവാദക്കാർ വാദിക്കാറുള്ളത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.